ഞാനൊരു സമാധാനപ്രിയനായിട്ട് ജീവിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ആർക്കും വിരോധമൊന്നുമില്ല. എവിടെയും കയറി ചെല്ലാം, എല്ലാവർക്കും സ്വാഗതമുണ്ട്, എല്ലാവരും എന്നെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അന്ത്യകാലത്തോളം ഒരു പ്രശ്നത്തിനിടയിൽ പോയി ഒരു പ്രയാസം ഉണ്ടാക്കാതെ സമാധാനപരമായ ഒരു അന്തരീക്ഷവും ഒരു അവസാനത്തോടുകൂടി കഴിയണമെന്നുള്ളത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. അങ്ങനെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഈ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛന് പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വന്നിരുന്നിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൂടെ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു, അത് പൊതുജനം അറിയേണ്ട കാര്യങ്ങളാണ് എന്ന് അച്ഛൻ ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ പൊതുജനം അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പേരെന്താ? സാജു തോമസ്. സാജു തോമസിൻ്റെ പ്രസ്ഥാനം പോലെ അനേക പ്രസ്ഥാനങ്ങൾ പലർക്കും ഉണ്ട്. ഇവിടെ തോമസ് കുട്ടി പാസ്റ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം എൻ്റെ പിതാക്കന്മാരുടെ നാട്ടുകാരനാണ്. റാന്നിയിൽ അദ്ദേഹം ഒരു സുവിശേഷകനായിട്ട് ഇവിടെ വന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ അദ്ദേഹം അതൊക്കെ പിടിച്ചു നിന്നൊന്നുമില്ലാത്തതിനായി ഇവിടെ വന്നു. അദ്ദേഹം ഇപ്പം ഇവിടെ നല്ല മനോഹരമായ കെട്ടിടം ഉണ്ടാക്കി. അദ്ദേഹത്തിന് കാറുണ്ട്, ബൈക്കുണ്ട്, ഈ ഉള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം അതുപോലെയുള്ള സുവിശേഷ പ്രവർത്തകനാണ്. ഓടിയെത്താവുന്നിടത്തൊക്കെയും ചെന്ന് ഓടിയെത്തുകയും എല്ലായിടത്തും സഹകരിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. മിക്കവാറും ദിവസങ്ങൾ ഇവിടെ വരും. ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനം ഇപ്പം തന്നെ ഈ സ്കൂൾ തുറക്കുന്ന കാലയളവിൽ പിള്ളേർക്ക് വിദ്യാഭ്യാസ കിറ്റ് കൊടുക്കാൻ 1000 കിറ്റ് കൊടുക്കുന്നതിന് ഇവിടെ ആയിരുന്നു വന്ന് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും മറ്റും ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് എന്നോട് ആലോചിച്ചിട്ടാണ് അദ്ദേഹം പോകാറുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഓരോരുത്തരായിരിക്കുന്നതായ ആ സഭാ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഞാൻ വളരെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവം അവരെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് പ്രവർത്തിച്ച് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രവർത്തിക്കാനും സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും അനേക ആത്മാക്കളെ നേടിയെടുക്കാനും ഒക്കെയും ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി വളരെയേറെ ആഗ്രഹിക്കുകയും കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് അച്ഛൻ പറയുന്നത് നമ്മൾ ഏത് സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നു അതല്ല, നമ്മൾ ആ സഭയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും ആരെയും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകരുത്, പ്രയാസപ്പെടുത്താൻ പോകരുത്. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി ചെയ്യാവുന്നിടത്തോളം ചെയ്യണം. നമ്മുടെ ഓരോരുത്തരും അവരവരുടെ വിശ്വാസം സംരക്ഷിക്കുക, അതിനോടൊപ്പം തന്നെ കർത്താവിന് വേല ചെയ്യണം. അത് മാത്രമല്ല, ഈ അക്രമം